കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 2 കിളി പറന്നു പോയതാണോ അതോ 2 നെറ്റ് ലൂസായതാണോ എന്ന് മനസ്സിലാവണില്ല. ആകെ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുക, സാധാരണ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നു അറിയില്ലേ? 2020 കുറച്ച് ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ചെറിയൊരു മഴയും അതേപോലെ ചെറിയൊരു തണുപ്പുള്ള നല്ല സുഖമുള്ളൊരു ദിവസമാണ് കേട്ടോ. സുഖം സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാനാണ്. അതിപ്പോൾ കുറേ ആയിട്ട് സുഖം വീട്ടിലിരിക്കാനാണ്. കാരണം അത്യാവശ്യം തിരക്കുള്ളൊരു സ്കെഡ്യൂൾ കൂടെയാണല്ലോ നമ്മൾ പോണേ. എനിക്ക് ജോലിയുടെ തിരക്കുണ്ടായിരിക്കും, വിഷ്ണുവിന് ജോലിയുടെ തിരക്കുണ്ടായിരിക്കും. യുവിയുടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അതേപോലെ 3 ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ, അപ്പോൾ അവിടുത്തെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഴ്ചയൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ആയിട്ട് അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസം കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ദിവസം കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക സമാധാനമായിട്ടൊന്ന് ഇരുന്ന് TV കാണാനോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. മുന്നേ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന അങ്ങനത്തെ സമയങ്ങളൊക്കെ ന്യൂ പേരൻസിനോ അല്ലെങ്കിൽ പേരൻസിനോ ഒക്കെ നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയം കിട്ടുമ്പോൾ പുറത്തു പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്കങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അധികം വീട്ടിലിരിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ യുവി ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണല്ലോ ഡേ കെയറിൽ പോണേ. അതും ഒരു ദിവസം മാക്സിമം ഒരു 5-6 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഡേ കെയറിൽ നിർത്താറ്. അത് കഴിയുമ്പോഴേക്ക് നമ്മൾ പോയി പിക്ക് ചെയ്തിട്ട് വരാറുണ്ട്. ആ ഒരു 6 മണിക്കൂർ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുക. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരിക്കും. എനിക്ക് ജോലിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വോയിസ് ഓവർ ചെയ്യാൻ ഏതെങ്കിലും ബ്രാൻഡ്സിനായിട്ടുള്ള കോൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കേണ്ടി വരും, എഡിറ്റ് ചെയ്യാൻ, വീഡിയോ എടുക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഈ ഒരു 6 മണിക്കൂർ അങ്ങോട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ യുവി ഡേ കെയർ പോകുന്ന ദിവസം ഏറ്റവും ബിസി ആയിട്ടുള്ള 2 ദിവസമായിരിക്കും. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര തിരക്ക് മാത്രമുള്ള കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതോ ഇനി പീരിയഡ്സിന്റെ മൂഡ് സ്വിങ് ആണോ, പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണോ, എനിക്ക് എന്നെ മിസ് ചെയ്യുന്ന പോലെയോ, ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്താന്നുള്ളത്. അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ട് 1 മാസമായിട്ടുണ്ട്. ഈ 1 മാസത്തില് കഴിഞ്ഞ ഒരു 2-3 ദിവസം കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ എന്നിട്ട് വിഷ്ണു എന്നെ നിർബന്ധിച്ച് വലിച്ച് എടുത്തു കൊണ്ടുപോയിട്ട് നമ്മൾ പുറത്തു പോകുമ്പോഴും മുന്നത്തെ പോലെ ഷോപ്പ് ചെയ്യാനോ സാധനങ്ങൾ എടുക്കാനോ ഒന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും താല്പര്യമൊന്നും എന്തൊക്കെയോ ഒരു മിസ്സിങ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ. അപ്പൊ ഞാൻ GP-നെ വിളിച്ചിട്ട് എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരിനി അവിടെയുള്ള ഒരു തെറാപ്പിസ്റ്റിനോട് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും തുടക്കത്തിലേ നമുക്കൊന്ന് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോകുന്ന നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീട്ടിലിരിക്കുന്നില്ല. വീട്ടിലിരിക്കുമ്പോൾ ഒരേ സിറ്റുവേഷനും കാര്യങ്ങളും റുട്ടീനും ഒക്കെ തന്നെ ആകുമ്പോൾ ഒരു പുഴുങ്ങൽ ഫീൽ ചെയ്യാം. ആ പുഴുങ്ങളിൽ നിന്നൊരു വ്യത്യാസം വരാനും റുട്ടീൻ ഒന്ന് ബ്രേക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങുകയാണ്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഭയങ്കര എനർജറ്റിക് ആവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു ചേഞ്ച് വേണം തോന്നണം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്ന് പുറത്തു പോയി ഒരു 5-6 മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്നോട് ഗീതു ചോദിക്കാറുണ്ട് എന്നാ പിന്നെ വീഡിയോ എടുക്കാതിരുന്നോടെ എന്നുള്ളത്. അപ്പം ഞാൻ ഗീതുവിൻ്റെ അടുത്ത് പറയാറുള്ളതാണ്, ഗീതുവിന് തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്നതാണ് എനിക്ക് സുഖം, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് പ്രഷർന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡോക്യുമെന്റിങ്ങും ഈ ഒരു ഫിലിമിങ്ങും. അപ്പോൾ ഇതുണ്ടെങ്കിൽ തന്നെയാണ് എനിക്ക് മുഴുവൻ ഒരു എനർജി കിട്ടുക. അപ്പം ഇന്ന് ഞാൻ എന്തായാലും എനിക്കൊരു ദിവസം കണ്ടെത്തിക്കൊണ്ട് പുറത്തു പോവാണ്. ഇവിടെ മോൾ ഓഫ് നെതർലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി മോളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ് ദൂരെ. അങ്ങോട്ട് നമുക്ക് പോവാം. സാധാ പോകുന്ന സ്ഥലങ്ങളിലൊന്നും പോകണ്ട, കാരണം എല്ലാം ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ഹോഫ് ഡോപ്പ് സെന്ററിൽ തന്നെ പോവാന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. എനിക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്, എല്ലാം അറിയുന്ന ഷോപ്പാണ്. അപ്പോൾ കുറച്ചൊരു വ്യത്യാസം വേണം, കുറച്ചൊരു പുതിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. അപ്പോൾ ഡോർ ഓപ്പൺ ആണ്. നമ്മളിവിടെ മോൾ ഓഫ് നെതർലൻഡ്സിലെത്തി.
എനിക്ക് ഈ ഒരു സ്ഥലം അത്ര വലിയൊരു പരിചയമില്ല കേട്ടോ. ഞാൻ ഒരു തവണ ഇതിന് മുന്നേ അവിടെ വന്നിട്ടുള്ളൂ. കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് മുകളിലോട്ട് കയറ് അങ്ങനത്തെ വലിയൊരു അറിവ് എനിക്കില്ല. ഒരു മനുഷ്യൻ ഇവിടെ ചെയ്യണം. ഇന്നൊരു വർക്കിംഗ് ഡേ ആയത് കാരണേ അധികം തിരക്കൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. നമ്മളും തന്നെ ആയിരിക്കും ഈ മോളിലധികം. ഇവിടെ നെതർലൻഡ്സ് അങ്ങനെ ഭയങ്കര മോൾ കൾച്ചർ ഉള്ളൊരു സ്ഥലമല്ല കേട്ടോ. വളരെ കുറച്ച് മോളുകളെ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഇതൊരു വലിയ മോളാണ്. എല്ലാ കടകളും ഇവിടെ ഉണ്ട്. ടോയ്ലറ്റ് എന്നാണ് ഡച്ചിൽ ടോയ്ലറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ലഞ്ച് കഴിച്ചിട്ട് തുടങ്ങാം. ഇത് എനിക്കൊരു പുതിയ സ്ഥലമാണ്. ഞാൻ ഒരു തവണയും മുന്നേ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു പുതിയ സ്ഥലമായിരിക്കും എന്ന്. കാരണം ഇതുവരെ ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഇത് 2 ഫ്ലോറിൽ കിടക്കുന്ന ഒരു മോളാണ് കേട്ടോ. ഭയങ്കര വലിയ ഏരിയയാണ്. താഴെ നമുക്ക് ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. മുകളിൽ ഫുഡ് കോർട്ടുമാണ് വരുന്നത്. എല്ലാ ഷോപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. സാറ, H&M, G-Star അങ്ങനെ എല്ലാ ഷോപ്സും എടുത്ത് ഓരോന്നായിട്ട് പറയുന്നില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. സമയം 1 മണി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ജാപ്പനീസ് ആവാം. ഇവിടെ ടാബിലാണ് കേട്ടോ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടതെല്ലാം കാർട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് അവർ സെർവ് ചെയ്യും. ഈ റെസ്റ്റോറൻറ്റിന്റെ ഒരു സൈഡിൽ റോബോട്ട്സും മറ്റേ സൈഡിലാണ് ആൾക്കാരും സെർവ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, തായ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്. ഏത് വേണോ അതുണ്ട്. ഞാനിപ്പോൾ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ മുന്നേ വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യത്തിലൊന്നും അധികം ഞാൻ എക്സ്പീരിമെൻ്റ് ചെയ്യില്ല. ഞാൻ എവിടെയെങ്കിലും വന്ന് എനിക്കൊരു കംഫർട്ട് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടായിട്ട് ഞാൻ ആലോചിക്കുക, ഞാൻ എവിടെയും അധികം പോയി നോക്കുക പോലും ചെയ്യാതെ നേരെ ഇങ്ങോട്ട് വന്നു. അന്ന് ഓർഡർ ചെയ്ത് അതേ ഫുഡ് പറഞ്ഞു. നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മൈൻഡിൽ കൂടെ ചിലപ്പോൾ പല തോട്ട്സും ഇങ്ങനെ ഓടിപ്പോവില്ലേ. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ എൻ്റെ അമ്മേനെയും എന്നെയും എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരെയും ഓർത്തോണ്ടാണ് ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. റാൻഡായിട്ടുള്ള പല കാര്യങ്ങളും ആലോചിച്ചിട്ട്. നമ്മുടെ ലോകത്തിൽ പറയപ്പെടുന്ന 8 ബില്യൺ ആൾക്കാർ എല്ലാവരും പ്രസവിച്ചുണ്ടായവരാണ്. ഒരാൾ പോലും മുട്ട വിരിഞ്ഞുണ്ടായിട്ടില്ല. ഈ എല്ലാ ആൾക്കാരെയും ഒരമ്മ പ്രസവിച്ചതും അതേപോലെ തന്നെ അമ്മമാരെ നോക്കി വളർത്തിയ ആൾക്കാർ തന്നെ ആയിരിക്കും അധികം. എല്ലാവരും ഇത് ചെയ്തു എന്ന് വെച്ച് നമ്മളിത് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാവണമെന്നില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്യുവറായിട്ടുള്ള ഇമോഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മ എന്ന് പറയുന്ന അതൊരു ഇമോഷനിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷെ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണത്. പക്ഷെ ചില ദിവസങ്ങളുണ്ട് നമുക്ക് കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്നത്. ചിലപ്പോൾ പല ദിവസങ്ങളും അവസാനിക്കുന്നത് വളരെ ടയേർഡായിട്ടാണ്. ചില ദിവസങ്ങൾ എക്സ്ഹോസ്റ്റഡ് ആണ്, ഓവർവെൽംഡ് ആണ്. കരഞ്ഞുറങ്ങാറുണ്ട്, കരഞ്ഞെണീക്കാറുണ്ട്, സന്തോഷത്തോടു കൂടെ ഉറങ്ങാറുണ്ട്, സന്തോഷത്തോടു കൂടെ എണീക്കാറുണ്ട്. പിന്നെ ഈ മോം ഗിൽട്ട് എന്നുള്ള വാക്ക് ഇത്ര കാലം ഞാൻ കേൾക്കുമായിരുന്നെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ റിയൽ ഇൻറ്റൻസിറ്റി മനസ്സിലായത് കേട്ടോ. പല കാര്യങ്ങളും നന്നായിട്ട് നമ്മൾ ചെയ്താലും ഇനിയും നന്നായിട്ട് നമുക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കായിരുന്നു. ചില കാര്യങ്ങൾ ഇനിയും ചെയ്തില്ലല്ലോ, അങ്ങനെ ചില ഇഗ്നോർ ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഗിൽട്ടായിട്ട് അങ്ങോട്ട് കിടക്കും മനസ്സിൽ. പക്ഷെ എത്ര ടയർഡ് ആണെങ്കിലും എക്സ്ഹോസ്റ്റഡ് ആണെങ്കിലും ഓവർവെൽംഡ് ആണെങ്കിലും കരഞ്ഞിരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. എൻ്റെ അത് ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ചുറ്റും ഞാൻ നോക്കുമ്പോൾ എല്ലാ അമ്മമാരിലും ആ ഒരു സൂപ്പർ ക്വാളിറ്റി കാണാൻ പറ്റുന്നതും എന്തുകൊണ്ട് അമ്മമാരെ സൂപ്പർ ഹീറോസ് എന്ന് വിളിക്കും ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഈ ഒരു സമയം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാറ്റിവെച്ച കുറച്ച് നിമിഷം ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. വർക്കിംഗ് ഡേ വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി, താഴെയാണ് ഇവിടുത്തെ എല്ലാ കടകളും ഉള്ളത്. നമുക്ക് ആദ്യം ഡ്രസ്സ് നോക്കാം. ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഷോപ്പിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് മുന്നേ നമ്മൾ ചെയ്തിരുന്ന സ്ഥിരം കാര്യമല്ല. ഇപ്പം അതുകൊണ്ട് ടച്ച് വിട്ടുപോയതുപോലെ ഉണ്ട്. പക്ഷെ എന്നാലും ഇന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്പെൻഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത കാലം കുറച്ച് കുറഞ്ഞു കേട്ടോ. ഞാൻ പൊതുവെ ഇങ്ങനെ കടകളിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ അവരിങ്ങനെ പെയർ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഡ്രസ്സ്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഓരോരോ രീതിയിൽ ഡ്രസ്സ് ചെയ്യാമെന്നൊക്കെ ഞാൻ ചിന്തിക്കാറ്. ഇവിടെ ഈ കാണുന്ന ഒരു ഡെനിം സ്കേർട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ടുടനെ നമ്മളെടുത്തു. അത് കൂടാതെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ നോക്കി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ലേസ് വർക്ക് കണ്ടോ, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു സംഗതിയാണ് തോന്നുന്നു. എനിക്കിത് കാണുമ്പോൾ എപ്പോഴും ഒരു നൈറ്റ് വെയറിൻ്റെ ഫീൽ വരും. പക്ഷെ ഒരുപാട് ഡ്രസ്സിൽ ഇപ്പോൾ ഇത് കാണാനുണ്ട് കണ്ടോ. ടീഷർട്ട്സിൻ്റെ അടിയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട്. ഗംഭീരമായ വലിയ ഫിറ്റിംഗ് റൂമാണ്. അപ്പോൾ നമുക്ക് ഈ എടുത്ത് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഈ സോക്സ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഊരിയെ പിന്നിടാൻ വേണ്ടി ഭയങ്കര പണിയാണ്. ആദ്യം ഞാൻ ഈ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയേ. ഈ ഒരു ഷർട്ട് ഡ്രസ്സില്ലേ ഭയങ്കര ലൂസായി കിടക്കുന്നത്. തിരക്കേടില്ല, നമുക്കിങ്ങനെ നമ്മുടെ സാധാ ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലതായിരിക്കും.
ഇപ്പോൾ ഞാൻ നാട്ടിൽ വരാൻ വേണ്ടി വിചാരിക്കണ്ടല്ലോ, നാട്ടിൽ വന്നാലേ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു പുറത്ത് പോയിട്ട് ഇതേ മൈക്കൊക്കെ ഇട്ട്, നിങ്ങൾ പലരും പറയാറുണ്ട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാറില്ലാന്ന്. ഇനി ആ കംപ്ലൈൻറ്റ് പറഞ്ഞു വരുന്നത് ഇതേ നമ്മൾ മൈക്കായിട്ടാണ് പുറത്ത് ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് വരെ. അടുത്തത് ഈ സ്കേർട്ടാണ്. ഞാൻ കുറച്ചധികം കാലമായി ഡെനിമിൻ്റെ ഒരു സ്കേർട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കണം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, കാണുന്ന ഒരു കനം ഇതിനില്ല കണ്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലോണം അയൺ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇതെനിക്കിഷ്ടമായി, എനിക്ക് ഇവിടെയൊക്കെ കറക്റ്റാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് തന്നെ അകത്തിട്ട് കഴിഞ്ഞാൽ ഒരു ടോപ്പ് പോയി. ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് ടീഷർട്ടാണ്, അടിയിൽ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സ്കേർട്ടും ഈ ഒരു ഷർട്ടും കൂടെ ടീഷർട്ടും കൂടെ നല്ല ഡ്രസ്സല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതെന്തായാലും നമ്മൾ എടുക്കുന്നുണ്ടേ. നല്ലൊരു ഡ്രസ്സാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഇങ്ങനത്തെ ഇഷ്ടം പോലെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഉണ്ട് തോന്നണോ, അതുകൊണ്ട് പ്രത്യേകതകളില്ലാത്തൊരു കാരണം കൊണ്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ വെക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. ഇതും കുഴപ്പമൊന്നുമില്ല. ഈ കളർ എൻ്റെ കയ്യിൽ ഒട്ടുമില്ല. ഒരു ടോപ്പറ്റ ഉണ്ട്, പക്ഷെ അതല്ലാതെ അങ്ങനെ വലിയ എടുക്കാൻ മാത്രം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം എന്താണെന്നറിയോ, ഇങ്ങനത്തെ ലൂസ് ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് എപ്പോൾ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ജീൻസും അങ്ങനത്തെ ഒരു ഷർട്ടിക്ക് മാത്രം തല പോണത്. അതിൻ്റെ ഔട്ട്സൈഡ് തല വർക്ക് ചെയ്യുന്ന നിന്നിക്കുന്നു. ഈ ഒരു ട്രൗസറിൻ്റെ ലെങ്ത് ഇല്ലേ, ഇതിപ്പോൾ ഭയങ്കര കുറച്ച് ട്രെൻഡിൽ നിൽക്കുന്ന സമയം തോന്നുന്നു. കാരണം ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ഇഷ്ടം പോലെ ഈ ഒരു ലെങ്ത്തുള്ള ട്രൗസേഴ്സ് കാണാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്ന ഒരു ലെങ്ത് അല്ല കേട്ടോ ഇത്. എനിക്ക് ഒന്നെങ്കിൽ താഴെ വരെ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കയറിയിട്ട്, ആ രണ്ട് ലെങ്ത്താണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിപ്പോൾ കുറേ കാണാനുണ്ട്, കുറേ പേര് ഇടുന്നത് കാണാനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ ഷോപ്സിൽ ഈ ഒരു ലെങ്ത്ത് കാണാനുണ്ട്. കണ്ടിട്ട് ശീലാവും ഇഷ്ടവും ഒക്കെ ചെയ്യായിരിക്കും. നമുക്ക് ഈ ഒരു ട്രൗസേഴ്സും കൂടെ എടുക്കാം കേട്ടോ. ഇത് ആഷിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രൗസർ. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കൊപ്പം പെയർ ചെയ്യാം, എടുക്കാം. ബില്ല് ചെയ്യാൻ പോകുന്ന വഴിക്ക് ഈ ഒരു ഓവർ സൈസ് ടീഷർട്ട് കണ്ടു കേട്ടോ. ഒന്നാമത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ് ഇങ്ങനത്തെ ടീഷർട്ട്സും ഷർട്ട്സും. ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ കമ്മൽ കണ്ടോ, അവരവിടെ ശരിക്കും സ്റ്റോണാണ് വെച്ചിട്ടുള്ളത്. നല്ല രസമല്ലേ. ഇതെന്തായാലും നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ബ്ലൂ സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യുമ്പോഴും രസം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അധിക കടകളിലും നമുക്ക് സെൽഫായിട്ട് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. വേറെ കൗണ്ടേഴ്സും ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ എപ്പോഴും തിരക്ക് കുറച്ച് കുറവായിരിക്കും. നമ്മൾ തന്നെ കൃത്യമായിട്ട് ഓരോരോ സ്കേർട്ടും നമ്മൾ ബില്ല് ചെയ്യണം, ഡ്രസ്സ് നമ്മൾ ബില്ല് ചെയ്യണം. പിന്നെ ടാഗൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ പ്രോപ്പറായി ഹാങ്ങേഴ്സൊക്കെ മാറ്റി വെച്ച് മടക്കി നമ്മൾ തന്നെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് 2-3 ഇങ്ങനത്തെ വലിയ ക്ലോത്തിൻ്റെ ബാഗ് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇത് എടുക്കും. ഇപ്പം എല്ലാ ഷോപ്പിലും നമ്മൾ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ 10 സെൻറ്റോ 20 സെൻറ്റോ അങ്ങനെ പേ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബാഗ് കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരു ക്ലോത്ത് ബാഗ് കൊണ്ട് നടക്കാറുണ്ട് എപ്പോഴും. ഇപ്പൊ സമ്മർ ടൈം ഇങ്ങോട്ട് ആയി വരുന്നല്ലേ ഉള്ളൂ. വിന്ററിൽ എന്താ നമ്മളൊരു ജമ്പറും ഒരു ഏതെങ്കിലും ഒരു ജീൻസും ഇടും. പിന്നെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് പെയർ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ വിന്ററിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാം. സമ്മർ ഡ്രസ്സ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതിലാണ് എനിക്ക് കുറച്ചും കൂടെയൊക്കെ താല്പര്യമുള്ള ഡ്രസ്സിങ് സ്റ്റൈലുള്ളത്. ഞാനിങ്ങനെ ചുമ്മാ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൻ്റെ അകത്ത് ഈ ഒരു ഡെനിമിൻ്റെ ഷർട്ട് കണ്ടു. നല്ല ഡ്രസ്സല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിലും വരുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില ഡ്രസ്സ് അല്ലെങ്കിലും അങ്ങനെയാണ്, നമുക്ക് കണ്ട ഭംഗി ഇട്ടാലുണ്ടായിരിക്കില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര വെറുതല്ല ഇത്, ഒരു മൂലക്കിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഞാൻ എങ്ങനെയല്ല പ്രതീക്ഷ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിയുള്ള ഡെനിമ വരുന്നത്, അതാ തോന്നുന്നു. ഇവിടെ നല്ല അടിപൊളി ജ്വല്ലറീസിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. നേരത്തെ കാണിച്ച മാലയ്ക്ക് 12 യൂറോ 13 യൂറോ അങ്ങനെയൊക്കെ വരുന്നത്. ഈ ഒരു റിങ് എൻ്റെ ഡ്രസ്സിന് നല്ല പെർഫെക്റ്റ് മാച്ച് അല്ലേ. ഞാൻ കുറച്ചേരം ഇങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ നടന്നു. ഈ മാലയൊക്കെ ഇതൊക്കെ ശരിക്കും നല്ല സാരിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്ത് നല്ല രസം ഉണ്ടാവും. ജ്വല്ലറീസ് എല്ലാം നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഉപയോഗം ഭയങ്കര കുറവല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. എല്ലാം നോക്കി ആസ്വദിച്ച് വന്നു. ഇപ്പോൾ വിഷ്ണു ഇത് ഗിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെങ്കിലും ഞാൻ ഇടാൻ വേണ്ടി തുടങ്ങിയത്. ഇവിടെ മീഡിയ മാർട്ട് ഉണ്ട്, എനിക്ക് ഒരു ഹെയർ കളർ വാങ്ങിക്കണമായിരുന്നു, അതൊന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടെ ഒരു സംഭവം തന്നെ കേട്ടോ. ഇവിടെ ഇല്ലാത്ത ബ്രാൻഡ്സ് ഇല്ല, എല്ലാ സംഗതികളും ഉണ്ട്. ഈ ഒരു ഐറിസ് ഗാലറി കണ്ടോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് നമുക്ക് ജ്വല്ലറിയിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ ആയിട്ട് ഹാങ് ചെയ്യാം. ഈ വ്ളോഗ് വിഷ്ണു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഫാദേഴ്സ് ഡേക്ക് വിഷ്ണുവിന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത് യുവിയുടെ കൃഷ്ണമണിയുടെ ഫോട്ടോ എടുത്തിട്ട് അതൊരു പെൻഡൻറ്റിലാക്കിയിട്ട് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതൊന്നും ഞാൻ കയറി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്കിനി ഓൺലിയിലൊന്ന് കയറി നോക്കാം. ഇവിടെ എല്ലാം ഉണ്ട്. സാറ, ഓൺലി, ബോഷ്ക, ന്യൂയോർക്കർ, ജി സ്റ്റാർ, അങ്ങനെ ഞാൻ പറയുന്നില്ല, ഒരു 60-70 ബ്രാൻഡ്സ് എന്തായാലും ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇതേ കോട്ടൺ ക്ലബ് എല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ
ഈ ഒരു ലേസ് വർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് തോന്നുന്നു, എല്ലാ സ്ഥലത്തും കാണാം. പക്ഷെ എനിക്കിത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുക. കണ്ടോ, ന്യൂ ട്രെൻഡ്, ഞാൻ കള്ളം പറഞ്ഞതല്ല. ഇത് നല്ല ടീഷർട്ടിൻ്റെ താഴെയും ആ ഒരു ലേസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു ലോഞ്ച് വെയറിലാണല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു. ഈ ഓൺലി എനിക്ക് ഇടക്കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരുപാട് ഡ്രസ്സ് ഓൺലൈനും ഒക്കെ വാങ്ങിക്കായിരുന്നു. ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഗുഡായിരുന്നു. ഇപ്പോൾ കുറച്ചായി എടുത്ത ഷർട്ട് ഞാൻ വാങ്ങിക്കില്ല എന്ന് വെച്ചിട്ടാട്ടോ. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ എല്ലാ വ്ളോഗിലും നോക്കി കഴിഞ്ഞാൽ അധികം ഷർട്ടും ജീൻസും തന്നെ ഇടുന്നത്, അതും ഇങ്ങനത്തെ അധികം ലൂസായിട്ടുള്ളത്. ഇതിലൊരു സുഖം കിട്ടിയല്ലേ പിന്നെ നമുക്ക് മാറാൻ ടഫാണ്. ഇതും കൂടെ ട്രൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ യുവി ഡേ കെയറും തിരിച്ചെത്തുന്ന സമയമാവും. ഇന്ന് ആക്ച്വലി യുവി തിരിച്ചെത്തുമ്പോഴേക്ക് ഞാൻ എത്തണം എന്നില്ല എന്ന് വിഷ്ണു വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം ഞാൻ എത്രയോ കാലത്തിന് ശേഷമല്ലേ ഇന്ന് ഇങ്ങനെ ഒന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എൻ്റെ ടൈം എടുത്ത് മെല്ലെ വന്നാൽ മതി, ബാക്കി വിഷ്ണു ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ അത്യാവശ്യത്തിനൊക്കെ ഞാൻ കടകളിലൊക്കെ കയറി ഇറങ്ങി. ഇപ്പോൾ ഒന്നും അങ്ങോട്ട് സമ്മറിൻ്റെ കളക്ഷൻ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം എന്തായാലും നാട്ടിൽ വരാൻ നിൽക്കുക. പിന്നെ ഞാൻ ഇനി ഇവിടുത്തെ രീതിയിലുള്ള ഇപ്പോഴത്തെ കുറേ ക്ലോത്ത്സ് വാങ്ങിയിട്ട് വലിയ കാര്യം ഉണ്ട് തോന്നുന്നില്ല. ഇനി ഒരു കോഫിയെ കുടിച്ച് നമുക്ക് മെല്ലെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇറങ്ങാം. ഇത് കാണുമ്പോൾ ബ്ലാക്കായി തോന്നുന്നുണ്ടെങ്കിലും ഒരു ആഷിലോട്ട് വരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. ഭയങ്കര ഓവർ സൈസ്ഡ് ഒന്നും അല്ല, പക്ഷെ അത്യാവശ്യം ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു ടീഷർട്ട്. ബാക്കിൽ ഇതേ ഇങ്ങനെ ഒരു ക്രീം കളറിൽ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. കൊള്ളാം. എനിക്ക് ഈ ഒരു പാൻസിൻ്റെ ഒപ്പം തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും എടുക്കാം. അധികം വിലയില്ല കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 യൂറോയോ 12 യൂറോ എന്തോ വരുന്നത്. അപ്പോൾ അധികം ചിന്തിക്കാതെ തന്നെ നമുക്കിത് എടുക്കാം. ഇത് വേറൊരു ടോപ്പ് കേട്ടോ, സാധാ ഒരു ടോപ്പ്. ഇടാൻ നല്ല സുഖമുണ്ട്. നമുക്ക് അവസാനം നോക്കിയിട്ട് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ട് മൈക്ക് ഓഫ് ആണോ നോക്കിയതാ. ഷൂ ഒരാളൊരു ചെറിയ മടി കാരണം ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടോ സ്കേർട്ട് ഇട്ടേ. ഈ സ്കേർട്ടിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലൈറ്റാണ്, അതേപോലെ തന്നെ ടോപ്പും കൊള്ളാം. പക്ഷെ ഞാൻ എത്രത്തോളം ഉപയോഗിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ മീഡിയം ആട്ടോ എടുത്തത്. മീഡിയത്തിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് സ്മോൾ മതി തോന്നുന്നു. അപ്പോൾ സ്മോൾ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഷേപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നല്ല രണ്ട് കളറാണ്. ഈ ഒരു ടോപ്പിനെ പറ്റി അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കൈയും നെക്കിൻ്റെ ഇവിടെ വരുന്ന എംബ്രോയിഡറിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ചിന്തിക്ക് പോലും ചെയ്യാതെ നമ്മൾ എടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ ഓപ്ഷൻസും ഉണ്ടാവും കേട്ടോ ഇതിൽ. നമ്മൾ പറഞ്ഞതൊക്കെ എടുത്തു, ബാക്കിയൊക്കെ നമുക്കിനി അവിടെ കൊണ്ടുപോയിട്ട് ഹാങ് ചെയ്യാം. സമയം 6:45, സമയം 4:45. ഇപ്പം ഇറങ്ങിയാൽ ഒരു കോഫി കുടിച്ചിട്ട് 5:15 ആകുമ്പോഴേക്കും നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓ അടിപൊളി ചെരുപ്പ് കേട്ടോ, നല്ല രസമല്ലേ. ഇതെടുത്താലോ ഒന്ന്. എടുത്തു. ബാക്കിൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇതിപ്പോൾ ചെരുപ്പുകൾക്ക് ഉണ്ടോ അതോ ഇനി മൊത്തമായി ഒരിടത്ത് കളഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിനെന്തായാലും ഇല്ല. ഉണ്ട് ഒന്ന് ചിന്തിക്കാം. പക്ഷെ കാണാൻ നല്ല രസമല്ലേ. എപ്പോഴും ഇങ്ങനെ ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഈ ഒരു ടോപ്പ് എനിക്ക് കിട്ടി. ഇത് നമുക്ക് എടുക്കാം കേട്ടോ. എനിക്ക് ധൃതി വെച്ച് ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഓടി അങ്ങോട്ട് പോകണ്ടായിരുന്നു. അതാ ഞാൻ ഒന്നിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് മെല്ലെ പോവാന്ന് വിചാരിച്ചേ. ഇവിടുന്ന് ഞാനൊരു കാപ്പിച്ചിനോയും പിന്നെ എനിക്ക് ഇവിടുത്തെ പിസ്താഷ്യോ പിരമിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പോൾ ഇവിടെ, അതും എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് രണ്ടുമൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്തൊക്കെയോ ചിന്തിച്ചും ചുറ്റുമൊക്കെ നോക്കി ഞാനിവിടെ ആകെ നിറയെ തുണികളും കയ്യിൽ കോഫി കപ്പും നിറഞ്ഞ മനസ്സുമായി നമ്മളിവിടുന്ന് പോവുകയാണ്. സമയം 5 മണിയാവാനായിട്ടോ. ഇപ്പം ഇറങ്ങി ഒരു 5:30 ആകുമ്പോഴേക്ക് നമ്മളോട് എത്തുമായിരിക്കും. യുവിനെ പോയി പിക്ക് ചെയ്യാം. പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. വീക്ക് ഡേയ്സ് എന്തായാലും ഫ്രീ ആണ്. വീക്കെൻഡ്സ് ഇനി അവർ ചാർജ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് യുവിയുടെ ഡേ കെയറിലോട്ട്. പക്ഷെ എനിക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. യുവിയുടെ കാർ സീറ്റ് കാറിലില്ല, നമ്മൾ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അത് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഞാനൊരു കാര്യം ആക്ച്വലി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് പറയുമ്പോൾ എത്രത്തോളം എല്ലാ ആൾക്കാർക്കും ഞാൻ പറയുന്ന അതേ സെൻസിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മദർഹുഡ് എന്ന് പറയുന്ന ഒരു ഫേസിലോട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ ജീവിതത്തിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫേസാണ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഇമോഷനാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊട്ടും ഇങ്ങനെ സ്റ്റേബിളായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് അല്ല കേട്ടോ. നല്ല അപ്സ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഡൗൺ ഉണ്ട്. എപ്പോഴും സന്തോഷം മാത്രം, എപ്പോഴും അടിപൊളിയായിട്ടുള്ള ഫേസ് മാത്രം, അങ്ങനെയല്ല. കുറ്റബോധവും വിഷമവും സങ്കടവും സന്തോഷവും റിഗ്രറ്റും മോം ഗിൽട്ടും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ള ഒരു മിശ്രിതമായിട്ടുള്ള ഇമോഷനായിട്ടാണ് മദർഹുഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, എല്ലാ ആൾക്കാരും മദർഹുഡ് അടിപൊളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു പൊസിഷൻ തന്നെയാണ് മദർഹുഡും പേരൻഹുഡും ഫാദർഹുഡും ഒക്കെ. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും
മദർഹുഡിൽ എക്സ്ഹോസ്റ്റഡ് ആയി പോകുന്നു എന്നോ അല്ലെങ്കിൽ ഓവർവെൽംഡ് ആയി പോകുന്നു എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ അത് തോന്നിയെന്ന് അറിയില്ല. എനിക്കൊന്ന് ഉറങ്ങണം കുറച്ച് നേരം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ എനിക്കിതൊന്ന് പുറത്ത് പോകണം, എനിക്ക് പുറത്ത് പോയൊരു കോഫി കുടിക്കണം, എനിക്ക് കുറച്ച് നേരം ഒന്ന് കുളിക്കണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അപരാധം പോലെ ആണ് പലരും അത് പറയുന്നതെന്ന് തോന്നുന്നു. കാരണം എനിക്കിത് ഫീൽ ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്നൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടുള്ള ഡിസ്കഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ തുടക്കത്തിൽ ഇവിടെ വന്നിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും ഒക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഈ മദർഹുഡിന്റെ ഹാപ്പി സൈഡ് മാത്രം പറയുന്നത്. എന്തൊരു കാര്യമാകുമ്പോഴതിന് 2 സൈഡും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ചില ദിവസം ടയേർഡാണെങ്കിൽ ടയേർഡാണെന്ന് പറയാം, ചില ദിവസം കുറച്ച് വിഷമിച്ചിട്ടുള്ള ദിവസമാണെങ്കിൽ അങ്ങനെയാണെന്ന് പറയാം. പക്ഷെ അത് പറഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ എല്ലാവരും ഞാൻ പറയില്ല, എനിക്കറിയില്ല ഇനി അമ്മമാര് തന്നെയാണോ കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മദർഹുഡിലോട്ട് എടുത്തു വെക്കാത്ത ആൾക്കാരാണോ കമന്റ് ചെയ്യുന്നത് എന്നുള്ളത്. എന്താ പറയുക, ഞാൻ ഭയങ്കര ഇൻകേപ്പബിൾ ആണ്, ഞാൻ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരു മദറാണെന്ന് ഞാൻ എവിടെയും വാദിക്കുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇൻകേപ്പബിൾ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഭയങ്കര സെൽഫിഷാണ്, എനിക്ക് യുവിനെ ഇഷ്ടമല്ല എന്നിട്ടാണ്, യുവി വലുതായി കഴിയുമ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ യുവിനൊരു പ്രാരാബ്ദം പോലെയല്ലേ ഇതിൽ പ്രസന്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട്, ഇനി ഞാൻ പ്രസന്റ് ചെയ്ത രീതിയിൽ തെറ്റ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നും ആയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു എല്ലാ ഇമോഷൻസും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അത്ര എളുപ്പമുള്ള ഒരു പൊസിഷനൊന്നുമല്ല. നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള, നല്ല ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് മദർഹുഡും പേരൻഹുഡും ഒക്കെ. ഒരു വഴിക്ക് അങ്ങോട്ട് വളർന്നു വരും കുട്ടികൾ നല്ലല്ലോ. ഇപ്പം ഞാനൊന്നും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഓരോരോ ഏജിലും കൊടുക്കേണ്ട റൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമുണ്ട്, റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് ആയിട്ട് മെന്റൽ ഗ്രോത്തിനും ഫിസിക്കൽ ഗ്രോത്തിനും വേണ്ട ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അവരിനി വലുതാവും തോറും അവരെ കൂടുതൽ ഇനി സ്പോർട്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആക്കണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് വേണം നമ്മൾ നമ്മുടെ കുട്ടിക്ക് കൊടുക്കാൻ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇതിന്റെ ഒപ്പം ഈ പറയുന്ന പോലെ എല്ലാ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള തിരക്കുകളായിരിക്കും. നമ്മളെല്ലാവരും നമ്മുടെ പൊസിഷനിൽ ഇരുന്നും കൊണ്ടാണല്ലോ നമ്മൾ വേറെ ഉള്ളവരെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക. അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ പുറത്താണ്, ഞാനും വിഷ്ണുവും ഈക്വലിയാണ് പേരന്റിങ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പല രീതിയിലും. ഇപ്പോൾ 2 പേരുടെയും ജോലി അത്യാവശ്യം ഡിമാൻഡിങ് ആണ്. അതിൻ്റെ ഒപ്പം വീട്ടിൽ നമുക്കിപ്പോൾ ആകെ മന്ത്ലി ഒരു പ്രാവശ്യം വരുന്ന ഇക്രാണ് നമുക്ക് ഹെൽപ്പിനുള്ളത്. ബാക്കി എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരു പ്രാരാബ്ദമായിട്ടോ അല്ല പറയുന്നത്. പക്ഷെ 24 മണിക്കൂറിൽ ചെയ്ത് തീരാത്ത അത്രയും കാര്യങ്ങൾ നമുക്കും ചെയ്യാനുണ്ട്. പലരുടെയും സാഹചര്യം പലതായിരിക്കും, പലരുടെയും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനൊക്കെ അനുസരിച്ച് ആൾക്കാരിൽ വ്യത്യാസം വരും. ഞാൻ പറയുന്നതിനോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ വന്നേക്കാം. ഇപ്പോൾ ഒറ്റയ്ക്ക് കുട്ടികളെ നാട്ടിൽ നിന്ന് വളർത്തുന്ന അമ്മമാരുണ്ടായിരിക്കാം, അച്ഛന്മാരുണ്ടായിരിക്കാം. പുറത്ത് സ്പൗസ് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നവർ, അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളവരെ കുറ്റപ്പെടുത്താതെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരൊന്ന് ചേർത്ത് പിടിച്ച് അവരൊന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് മദേഴ്സിന്, ഒരുപാട് ഫാദേഴ്സിന് ഉണ്ട് എന്നുള്ളത് എനിക്കിങ്ങനെ നമ്മുടെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം നമ്മളെല്ലാം അടിപൊളി ആൾക്കാരാണ്. അപ്പോൾ ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചിന്തിക്കുക. നമ്മളോട് ആരെങ്കിലും വിഷമം പറയുകയാണെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ വിഷമവും അവരുടെ സാഹചര്യവും അവരുടെ ചിന്താഗതിയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സൊല്യൂഷനും കൊടുക്കണ്ട, ചുമ്മാ കേൾക്കുക. അതന്നെ അവർക്കൊരു സന്തോഷമായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ നല്ല കമന്റ് മാത്രം ഒന്നല്ല കേട്ടോ. എല്ലാ ആൾക്കാർക്കും കാഴ്ചപ്പാടും നിങ്ങളുടെ കമന്റ്സ് എന്താ വീഡിയോന്റെ താഴെ ഇട്ടോളൂ. അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതെ അവർക്കൊന്ന് ഉറങ്ങണം, അവർക്കൊന്ന് കുളിക്കണം, അവർക്കൊന്ന് കുറച്ചു നേരം കിടക്കണം, പുറത്ത് പോയിട്ട് കപ്പ് ഓഫ് കോഫി കുടിക്കണം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് ഹാങ് ഔട്ട് ചെയ്യണം, ഒരു രാത്രി ഒന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് തെറ്റല്ല നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും മനുഷ്യരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സമയം കിട്ടി ഒന്ന് ചാർജായി കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പ്രസംഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ബോറടിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് മേലെ ഇറങ്ങാം. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിചാരിക്കണു
മനസ്സിലായി ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ അതേ സെൻസിൽ എന്ന്. യാ, അപ്പം നമുക്ക് പോവാം, വീട്ടിൽ പോയിട്ട് പോവാം. രാത്രി ഡിന്നർ വിഷ്ണു കുക്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ, എന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വിഷ്ണു ആണെങ്കിൽ ജോലിയുടെ കാര്യമായിട്ടൊക്കെ പുറത്തു പോവുക, ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക, വീടിന് പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ. എന്റെ ജോലിയിൽ വളരെ കുറവാണ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ വീട്ടിലിരുന്നിട്ടുള്ള എനിക്ക് 24 മണിക്കൂറിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും പണികൾ എനിക്കുണ്ട് കേട്ടോ. അപ്പോ ഞാൻ അധിക ദിവസവും വീട്ടിലാണ്. ഞാൻ വീക്കെൻഡിൽ സ്ഥിരം കാണുന്ന മുഖങ്ങൾ തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ആക്ടിവിറ്റീസ് കുറേയൊക്കെ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ടും ആണല്ലോ വരിക. അപ്പൊ അതൊക്കെ എനിക്ക് കുറച്ച് റിഫ്രഷ്മെന്റ് കുറയ്ക്കാൻ, എല്ലാ ജോലിക്കും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പൊ എൻ്റെ ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് അതിൽ ഈ ഒരു ഫേസിൽ എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. നാട്ടിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറെ ഈവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനൊക്കെ പോകാന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. തൽക്കാലം ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് നാട്ടിൽ വന്ന് ഇവന്റ്സ് അറ്റൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലല്ലോ. അപ്പോൾ കുറെ ഇവന്റ്സ് ഒക്കെ നമുക്ക് അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാനും പറ്റാത്തത്. അപ്പോൾ ഈ ഒരു ഫേസിൽ ഇത്രയും കാലം എനിക്കത് മിസ് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നി കുറച്ച് ആൾക്കാരെയൊക്കെ പുതിയതായിട്ട് കാണാൻ പറ്റിയാലോ, സംസാരിക്കാൻ പറ്റിയാലോ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ബെറ്റർ ആയിരിക്കുന്നു. അപ്പോൾ വീട്ടിൽ മാത്രം ഇരിക്കുന്ന പുതിയതോ അല്ലെങ്കിൽ കുറച്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ പുറത്തു പോകും. അപ്പം ഞാൻ ഇന്നൊരു ദിവസം പുറത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ബെറ്റർ ആയിരുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യം ആലോചിച്ച് അങ്ങനെ സംസാരിക്കുന്നതല്ല കേട്ടോ, മനസ്സിൽ വന്ന കാര്യം ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുകയാണ്. അപ്പോൾ ചുമ്മാ പുറത്തൊക്കെ പോവുക. ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നും ജഡ്ജ് ചെയ്തും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാണ് ജീവിക്കുന്നത്, നമ്മുടെ സാഹചര്യം നമുക്കാണ് അറിയുക. പുറത്തു നിന്ന് നോക്കുമ്പോൾ വേറെയുള്ളവരുടെ സാഹചര്യം വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും തോന്നും. അതിലോട്ട് ഇറങ്ങി അങ്ങോട്ട് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുക. ഞാൻ ഇതെടുത്ത് വെക്കട്ടെ, ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. പക്ഷേ എന്നെ കറക്റ്റ് ഓൺ ടൈം ഡേ കെയർ പിക്ക് ചെയ്തു. എനിക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി. യൂഷൻ ഇന്ന് യൂഷൻ സണ്ണിൽ കളിച്ചു എന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് പാസ്ത കഴിച്ചു എന്ന് പറഞ്ഞു, കുക്കി കഴിച്ചു എന്ന് പറഞ്ഞു, ക്രാക്കർ കഴിച്ചു പറഞ്ഞു, പിടിച്ചു നിന്നു എന്ന് പറഞ്ഞു, ഗുഡ് ബോയ് ആയിരുന്നു എന്നാ പറഞ്ഞ്. യൂഷ്വലി ടീച്ചർ ഗുഡ് ബോയ് ആയിരുന്നു എന്നാ പറഞ്ഞ്. പോവാ നമുക്ക്. ഞാൻ കണ്ടു അവർ ആപ്പിൽ കൃത്യമായിട്ട് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇന്ന് അവൻ പിടിച്ചു നിൽക്കാൻ നോക്കുന്നതും അങ്ങനത്തെ കുറെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിടിയായിരുന്നു ഇവിടെ ഊഷി ഫുള്ളെന്ന്. മുഖം നോക്കി കൊക്കി തിന്ന അവിടെ വെച്ചിട്ട് ഒന്നുകൂടെ പൊടിയും കൂടെ ഇതും കൂടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം. പോയ ഒറ്റ ഡ്രസ്സില്ല മാറ്റി. അവരിനി ഡ്രസ്സുള്ള പൈസയും കൂടെ ചോദിക്കാറുണ്ട്. അവരുണ്ടല്ലോ ഇന്ന് അവന്റെ ഡയപ്പർ കുറച്ച് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്താ പറയാ, ഡ്രസ്സ് ഡേ കെയറിന് അവര് കൊടുക്കൂട്ടോ. നമ്മൾ അത് കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഡേ കെയറിലാണ്, മഞ്ഞ റോംബറും പാൻസും ഒക്കെ. യുവിയുടെ ബർത്ത്ഡേ ആണ്. അമ്മയും എന്തൊരു ചെറുപയറിന്റെ മണാടോ. അല്ലെങ്കിൽ ചെറുപയർ ഇഷ്ടമല്ല കേട്ടോ വിഷ്ണുവിന്. അല്ലെങ്കിൽ വിഷ്ണുവിന് ചെറുപയർ ഇഷ്ടമല്ല. ഇന്ന് വിഷ്ണു കുക്ക് ചെയ്യേണ്ട ദിവസമായത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചെറുപയർ. ഞാൻ കണ്ണടച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെറുപയർ. ഭയങ്കര എളുപ്പമല്ലേ, ടക്ക് ടക്ക് ഉണ്ടാക്കാം ചെറുപയർ. ഇനി ഞാൻ ഈ വ്ളോഗ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വിഷ്ണു പുട്ടും ചെറുപയറൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു ഈവനിങ് അങ്ങനെ അവസാനിപ്പിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.